മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഒന്ന് രണ്ട് നേതാക്കന്മാര് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി, മോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം യാത്ര എന്ത് നേടി എന്നുള്ളതിന് വെറും വട്ടപൂജ്യമാണ് എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തില് ധന്യമായിട്ടുള്ള എന്ന് പറഞ്ഞാല് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ചാനല് പോലും അസാധാരണമാംവിധം പ്രൊജക്ട് ചെയ്ത് ഭാരതത്തില് ആയിരക്കണക്കിന് ആമസോൺ മുതൽ $500 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന റെഡിയായിട്ട് ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള യുറേനിയവും ഓയിലും മറ്റ് റിസോഴ്സുകളും പ്രകൃതിവാതകവും ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കരാറും ഉണ്ടാക്കി ആ രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ളത് മുഴുവനും നൽകാം എന്നുള്ള രീതിയിൽ MOU സൈൻ ചെയ്ത് ന്യൂക്ലിയർ സപ്ലൈയുടെ ഗ്രൂപ്പില് മെമ്പർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്ത് ഭാരതത്തിലെ പെട്രോളിയം പ്രോഡക്റ്റുകൾക്ക് ഇനി ക്ഷാമം ഉണ്ടാകാത്ത വിധത്തില് മുമ്പോട്ട് ചെന്ന് അതേപോലെ ഭാരതത്തിലെ പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കാറ്റ്, സൂര്യപ്രകാശം, ജലസ്രോതസ് ഇവയുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ട എല്ലാ MOUയും സൈൻ ചെയ്ത് ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് കമ്പനികള് സൗത്ത് കൊറിയയിലെ അംബാസിഡർ പറയുകയുണ്ടായി, ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റുകള് ക്യൂവിൽ നിൽക്കുകയാണ് ഇന്ത്യയിലേക്ക് വരാൻ കൊറിയയിൽ നിന്ന്. ചെറുതും മീഡിയവുമായിട്ടുള്ള കമ്പനികള് കുറെ അധികം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ കൊറിയയായിരിക്കും $13 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ വർഷം തന്നെ തീരുമാനിച്ച ഏറ്റവും വലിയൊരു ഏറ്റവും ചെറിയ രാജ്യം, ഏറ്റവും വലിയ ഇൻപുട്ട്. അങ്ങനെ ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തിട്ടും മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതത്തിന്റെ കൊടി അസാധാരണമാംവിധം പകർത്തിയിട്ടും ഈ അമേരിക്കൻ പാർലമെന്റില് അതിഗംഭീരമായ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടും അതിൽ സ്റ്റാൻഡിംഗ് ഒവേഷനെ കുറിച്ചും കയ്യടിയെക്കുറിച്ചുമൊക്കെ ഡൽഹിയിലെ മാനസിക രോഗിയായിട്ടുള്ള മുഖ്യമന്ത്രി പറയുകയുണ്ടായി, അമേരിക്കൻ പാർലമെന്റിനകത്ത് കുറെ അധികം RSSകാരെയും BJPക്കാരെയും പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് അവരെഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കയ്യടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചത്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ പാർലമെന്റ് മെമ്പേഴ്സ് അല്ല കയ്യടിച്ചത്. കാശ്മീരിലെ ഒമർ അബ്ദുള്ള പറയുകയുണ്ടായി, ആ പാർലമെന്റിനകത്ത് മുഴുവനും RSSകാരായിരുന്നു, അതുകൊണ്ടാണ് കയ്യടിച്ചതെന്ന്. എനിക്ക് വെറുതെ ഒരു തോന്നല്, അമേരിക്കൻ പാർലമെന്റിനകത്ത് പോലും BJPക്കാരെയും RSSകാരെയും നിറയ്ക്കാൻ സാധിച്ചാല് അത് ഒമർ അബ്ദുള്ളയും കെജ്രിവാളും അറിയാതെ മോഡിക്ക് കൊടുത്ത വലിയൊരു അംഗീകാരമാണ്. അറിയാതെ കൊടുത്തുപോയതാണ്. എന്താ പറയുന്നത് എന്നുള്ളത് നമ്മളുടെ മന്ദബുദ്ധിയായ ഭാവി പ്രധാനമന്ത്രിക്ക് പറ്റിയതുപോലെ ഇവരെന്താ പറയുന്നതെന്ന് അറിയാതെ പോയതാണ്. അമേരിക്കൻ പാർലമെന്റിനകത്ത് പോലും BJPക്കാരെയും RSSകാരെയും നിറയ്ക്കാൻ സാധിച്ചാല് അതൊരു അസാധാരണമായിട്ടുള്ള കപ്പാസിറ്റി അല്ലേ എന്നെനിക്ക് വെറുതെ തോന്നുന്നു. ഏതായാലും ഇത്രയുമെല്ലാം നടത്തിയിട്ടും ഭാരതം എന്ന രാഷ്ട്രം ലോകത്തിന് ഒരു പുതിയ നേതൃത്വം നൽകുന്നതാണ് എന്ന് ശരിക്ക് മോഡി ഡോക്ട്രിൻ എന്ന വാക്ക് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഉപയോഗിച്ച് ലോകത്തിന് അത് മാതൃകയാകുമെന്ന് വരുത്തി തീർക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളെ മുഴുവനും ഭാരതത്തിന്റെ വികസന പന്ഥാവിലേക്ക് കൊണ്ടുവരികയും അവിടെ ധാരാളം ഇൻഡസ്ട്രി ഇന്ത്യക്കാർ തുടങ്ങുകയും അവിടെയുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടും ഈ നേട്ടങ്ങളെല്ലാം കൂടി ചേർത്ത്
വട്ടപൂജ്യമാണ് നരേന്ദ്രമോദിയുടെ യാത്ര എന്ന് പറഞ്ഞപ്പോഴും അത്ഭുതം തോന്നിയത് ബിജെപിയെയും നരേന്ദ്രമോദിയെയും എന്നും വിമർശിച്ചിരുന്ന പിണറായി വിജയനും അച്യുതാനന്ദനും ഇവിടെയുള്ളവരാരും വിമർശിച്ചില്ല. ഒരു വരി പോലും എതിർത്ത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ശ്രീ നരേന്ദ്രമോദി ഗൾഫ് രാജ്യങ്ങളിലായിരുന്നപ്പോൾ 5 ദിവസം മുമ്പ് പിണറായി വിജയൻ പറയുകയും ചെയ്തു, വികസനം എന്ന് പറഞ്ഞാല് ഗുജറാത്ത് മോഡൽ ആയിരിക്കണം എന്ന് അറിഞ്ഞോ അറിയാതെയോ സത്യം വായിൽ വന്നതോ വരുത്തിയതോ അത് പറയുകയും ചെയ്തു. മറ്റാരും ഭട്ടാചാര്യ ഉൾപ്പെടെ, യെച്ചൂരി ഉൾപ്പെടെ, കാരാട്ട് ഉൾപ്പെടെ ഉള്ള ലോകപ്രസിദ്ധ നേതാക്കന്മാര്, ഒബാമയെക്കാളൊക്കെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന, കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഈ യെച്ചൂരിയും കാരാട്ടും പിണറായി വിജയനും അച്യുതാനന്ദനും പോലും യഥാർത്ഥത്തില് മോഡിയൊന്നും പറഞ്ഞില്ല. പക്ഷെ കോൺഗ്രസ്സുകാര് കെജ്രിവാൾ പറഞ്ഞതില് വിഷമിക്കാനൊന്നുമില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഒമർ അബ്ദുള്ള പറഞ്ഞതിലും വലുതായിട്ട് വിഷമിക്കാനില്ല. കാരണം ആ ജന്മം ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്ന് ധരിച്ചിരുന്ന ആൾക്ക് ഇനി അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് സംശയം വന്നതുകൊണ്ടുള്ള മാനസിക വിഷമം കൊണ്ടാണ്. പക്ഷെ കോൺഗ്രസ്സില് എല്ലാവരും ഭാവി പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പ്രൊജക്ട് ചെയ്യുന്ന ആളെ പോലെ തന്നെയാണോ? സത്യം കുറച്ചെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? സത്യത്തിന് നേർക്ക് കണ്ണുപൂട്ടിയിട്ട് തമസ്കരിക്കുന്ന ഒരു സംസ്കാരം ഏതൊക്കെയോ ഒരു മാനസിക രോഗത്തിന്റെ ആണെന്ന് ആരെങ്കിലൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത്രയും ധന്യമായ രീതിയിൽ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കി ലോകത്തിന്റെ മുമ്പിൽ നല്ല രീതിയിൽ ഒരു ചിത്രം കാഴ്ചവെച്ച് വന്ന് ഭാരതത്തില് ഇപ്പോ ഫോറിൻ റിസർവ് തന്നെ $363 ബില്യൺ. ഇതിന്റെ 10% പോലും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല. 43% ഇൻക്രീസ് ആണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. ശരിക്ക് 8 മിനിറ്റ്സ് എനർജി എന്നൊരു കമ്പനിയുണ്ട്. 8 മിനിറ്റ് എനർജി, 8 മിനിറ്റ് ഒരുമിച്ച് എഴുതിയിരിക്കുന്ന വാക്കാണ് 8 മിനിറ്റ് എനർജി. 4 ഗഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി റിന്യൂവബിൾ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. 4 ഗഗാവാട്ട്സ്. നമ്മുടെ ഡാമുകളും ആറ്റമിക് റിയാക്ടറുകളൊക്കെ 1000 മെഗാവാട്ട്, 800 മെഗാവാട്ട്, 500 മെഗാവാട്ടാണ്. ഇത് 4 ജിഗ എന്ന് ചിലപ്പോൾ പറയും, ഗഗാ വാട്ട്സ്. എത്രയാ? ശരിക്ക് 2016 തന്നെ ഭാരതം ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഏതാണ്ട് സ്വയം പര്യാപ്തം എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും ഇവിടെ പ്രശ്നം ഉണ്ടാവാത്ത വിധത്തിൽ സൂര്യപ്രകാശവും വിൻഡും എല്ലാം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്ര ബില്യൺ ഡോളറാണ് ഈ ഒരു യാത്രയിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചത്. ഏതായാലും എനിക്ക് പറ്റാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ വിശ്വസിക്കാത്തതും ഞാൻ പഠിക്കാത്തതും ഞാൻ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തതും എല്ലാം തനി അന്ധവിശ്വാസവും ദുരാചാരവുമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില യുക്തിവാദികളെ പോലെ ഈ നെഹ്റു കുടുംബം ചെയ്തത് മാത്രമാണ് വികസനം, അല്ലാത്തതെല്ലാം ദേശദ്രോഹവും വർഗീയവും അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധവും തീവ്രവാദപരവുമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും അവരുടെ കൂട്ടത്തില് അനുയായികളായിട്ട് കൈയിട്ട് വാരാൻ പറ്റിയിടത്തോളം വാരിയവർക്കും യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി ചെയ്യുന്നതും ഇന്നത്തെ മന്ത്രിമാര് ചെയ്യുന്നതും ഒരുപക്ഷെ സഹിക്കാൻ പറ്റാതെ അവർ കിടന്ന് കരയാൻ കാരണം ഒരുപക്ഷെ ഇനി കുറച്ചു കാലത്തേക്ക് കൂടി ഇതേപോലൊരു ഭരണമൊക്കെ പോയാല് പിന്നെ അവര് ഭാരതത്തില് ഒരു സംസ്ഥാനത്തിലും ഇല്ലാതെയാവുന്നൊരവസ്ഥ. ഭാരതത്തിൽ ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഭാരതത്തിൽ ഒരു സംസ്ഥാനത്തിൽ പോലും ഇല്ലാതെയാകാൻ സംഭവിക്കുന്ന ഒരവസ്ഥ, ഇല്ലാതെയാകുന്ന ഒരവസ്ഥ വരുമോ എന്ന് ഭയന്നിട്ടായിരിക്കും
മോഡിയുടെ ഏറ്റവും വലിയ സംഭാവന വട്ടപൂജ്യമാണെന്ന് ഇവർ പറയുന്നത്. പ്രണാമം, നമസ്കാരം.